കോമൺ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള പരീക്ഷയായിരുന്നു ഇക്കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇനി +1 ബിസിനസ് സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഒരുപാട് പാറ്റേൺ മാറിക്കൊണ്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ആ ചോദ്യങ്ങളെല്ലാം തന്നെ ഡിഫിക്കൽട്ടുമായിരുന്നു. സോ എക്സാമിനേഷന്റെ തലേ ദിവസം മാത്രം പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും 100% അവർക്ക് ഡിഫിക്കൽട്ടി ആയിരുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സോ ഇനി പ്രിപ്പറേഷൻസ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. നമുക്ക് 3rd ടേം പോർഷൻസ് ആയിട്ട് കവർ ചെയ്യാനുള്ളത് കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് അല്ലേ മിസ്സേ? നമുക്കിനി പഠിക്കാനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ആണ് സ്മോൾ ബിസിനസ്, ഇന്റേണൽ ട്രേഡ്, ഇന്റർനാഷണൽ ബിസിനസ്. ഇതിൽ ഇന്റേണൽ ട്രേഡും ഇന്റർനാഷണൽ ബിസിനസ്സും നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഇന്റേണൽ ട്രേഡിലോട്ട് വരുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റീറ്റെയിലേഴ്സ്, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇന്റർനാഷണൽ ബിസിനസ്സിലോട്ട് വരുമ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം പുതിയ പുതിയ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ +1 കൊമേഴ്സ് വിദ്യാർത്ഥികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം NCERT ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. സോ അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ ആണ് യുവ എൻഡ് ഗെയിം ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക എന്നുള്ളത്. നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ലാസ്റ്റ് ചാപ്റ്റർ വരെ എല്ലാ ചാപ്റ്റേഴ്സ് നമ്മൾ അവിടെ റിവൈസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ പറഞ്ഞ NCERT ലെവൽ ക്വസ്റ്റ്യൻസും അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യുക. പബ്ലിക് എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാം. ഞങ്ങളുണ്ട് കൂടെ.